റെയിൽവേ സ്റ്റേഷനിൽ ആർക്കും വേണ്ടാതെ പിണറായി വിജയൻ. കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ കേരളത്തിൽ യാത്ര ചെയ്ത വിധം നമ്മൾ മറന്നിട്ടുണ്ടാവില്ല. ഒരു ചക്രവർത്തിയെ പോലെയായിരുന്നു അദ്ദേഹം യാത്ര ചെയ്തത്. ഏതാണ്ട് 40ഓളം വരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ, സകല സന്നാഹങ്ങളും, ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള യാത്ര. അദ്ദേഹം യാത്ര ചെയ്യുന്ന റോഡുകൾ സ്വാഭാവികമായി രാജവീതിയായി പരിണമിക്കുന്ന മാജിക്ക്. അത്തരത്തിൽ ധിക്കാരത്തോടുകൂടി, അഹന്തയോടുകൂടി, അധികാരത്തിൻ്റെ എല്ലാ ഗർവോടും കൂടിയാണ് കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചത്. ഇപ്പോഴിതാ പിണറായി വിജയൻ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായി, സഖാക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ ചക്രവർത്തിയിൽ നിന്ന് യഥാർത്ഥ സഖാവിലേക്ക് മാറിയിരിക്കുകയാണ് പിണറായി വിജയൻ. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആർക്കും വേണ്ടാതെ റെയിൽവേ ബെഞ്ചിലിരിക്കുന്ന പിണറായി വിജയനെയാണ് നമ്മൾ കാണുന്നത്. തൊട്ടടുത്ത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉണ്ട്. അപ്പുറത്ത് ഒരു ബാഗുമായിട്ട് ഇരിപ്പുണ്ട്. ഇതിലപ്പുറത്തേക്ക് ആളില്ല, ആരവുമില്ല, ആരുമില്ല. ഒറ്റപ്പെട്ട പിണറായി വിജയൻ. എല്ലാ ഏകാധിപതികൾക്കും സംഭവിക്കുന്ന അതേ ദുരന്തമാണ് ഈ ഒരൊറ്റ സ്നാപ്പിൽ വെളിവാകുന്നത്. ലോകത്തിലെ എല്ലാ ഏകാധിപതികൾക്കും സംഭവിക്കുന്ന അതേ ദുരന്തം ഇതാ ഈ ഒരൊറ്റ സ്നാപ്പിൽ നമുക്ക് വെളിവാക്കുന്നു. മറ്റെന്താ, നേരത്തെ എന്തെല്ലാമായിരുന്നു ഇദ്ദേഹം കാട്ടിക്കൂട്ടിയത്? അധികാരത്തിൻ്റെ അഹന്ത. സാധാരണക്കാരനായ മൈക്ക് സെറ്റുകാരൻ്റെ അടുക്കൽ തട്ടിക്കയറുന്നു, സെൽഫി എടുക്കാൻ വരുന്നവരെ തട്ടിമാറ്റുന്നു, എന്തെങ്കിലും ചോദിച്ചാൽ വീട്ടിൽ പോയി പറ എന്ന് പറയുന്നു, കടക്കുപുറത്തെന്ന് പറയുന്നു, പരനാറി എന്ന് വിളിക്കുന്നു. ഇങ്ങനെ അഹന്തയുടെ ആൾ രൂപമായി കേരളത്തിൽ വിലസിയ പിണറായി വിജയൻ ഇതാ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയാൻ പറ്റുന്ന വിധത്തിൽ, അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ കരുത്ത് എന്ന് പറയുന്ന വിധത്തിൽ ഇതാ സാധാരണക്കാരനായി, സാധാരണ കണ്ണൂരിലെ സഖാവായി മാറിയത് ഇപ്പോഴാണ്, ഈ ബെഞ്ചിലിരുന്നപ്പോഴാണ്. ഇതാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം, ഇതാണ് ജനാധിപത്യത്തിൻ്റെ ധൈര്യം. അങ്ങനെ പിണറായി വിജയൻ കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി വന്ന വഴിയാണ് ഇത്തരത്തിൽ ഇരിക്കേണ്ടി വന്നത്. ആളില്ല, ആരവുമില്ല, ആരുമില്ല, കൂടെ 2 എർത്തുകൾ മാത്രം. ഇതാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യം എന്ന് പറയുന്നത്. ജനാധിപത്യത്തിൽ നമ്മൾ ഓരോരുത്തരുമാണ് രാജാവ്. പിണറായി വിജയൻ അല്ല രാജാവ്, K കരുണാകരൻ ആയിരുന്നില്ല രാജാവ്, ഉമ്മൻചാണ്ടി ആയിരുന്നില്ല രാജാവ്, VD സതീശൻ ആയിരുന്നില്ല രാജാവ്, EMS നമ്പൂതിരിപ്പാട് ആയിരുന്നില്ല രാജാവ്, C അച്യുതമേനോൻ ആയിരുന്നില്ല രാജാവ്. നമ്മളാണ് രാജാവ്. മോദി അല്ല രാജാവ്. നമ്മളെപ്പോലുള്ള സാധാരണക്കാരനാണ് ജനാധിപത്യത്തിലെ രാജാവ്. അവരുടെ ഭൃത്യന്മാർ മാത്രമാണ് ഭരണാധികാരികൾ. നമ്മളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവരെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഇവർ കരുതുന്നത് ഇവരാണ് രാജാവ് എന്നാണ്. അല്ല, ഇവർ നമ്മുടെ സേവകർ മാത്രമാണ്. പക്ഷേ ഇത്തരത്തിൽ ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ പലരും തെറ്റിദ്ധരിക്കുന്നത് തങ്ങളാണ് അവസാന വാക്ക്, തങ്ങളാണ് എല്ലാം തീരുമാനിക്കുന്നത്, തങ്ങളാണ് ഈ ഭൂമിയെ നിയന്ത്രിക്കുന്നത് എന്നുള്ള മിഥ്യാധാരണയിൽ പെട്ടുപോകുന്ന പലരുമുണ്ട്. അങ്ങനെയുള്ള മിഥ്യാധാരണയിലായിരുന്നു കഴിഞ്ഞ 10 വർഷത്തോളമായി പിണറായി വിജയൻ. ആ പിണറായി വിജയൻ്റെ മിഥ്യാധാരണ ഇതാ മാറിയിരിക്കുന്നു. അയ്യോ, ഇതാണല്ലോ ജനാധിപത്യമെന്ന് അദ്ദേഹം സ്വയം ചോദിച്ചു കാണും. അത്തരത്തിലുള്ള ഇരിപ്പാണ് ആയിരിക്കുന്നത്. ഈ അവസരത്തിൽ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയാനുണ്ട്. VD സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത അവസരത്തിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ആ പങ്കെടുത്തതിന് ശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാനായി P ശശിയും രാഗേഷും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുതിർന്ന നേതാക്കളായ EP ജയരാജനോ KK ശൈലജ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ആരും തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വലിയ ഒരു മലയിൽ നിന്നും ഇതാ പിണറായി വിജയൻ താഴേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ആകാശത്ത് നിന്നും പിണറായി വിജയൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. മണ്ണിൽ ചവിട്ടി നിന്നിരിക്കുന്നു. ഇതാണ് മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ എന്ന് പണ്ട് കവി പാടിയത് ഈ ഒരൊറ്റ സ്നാപ്പിനെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടാകാം. കാരണം കവികൾ എന്ന് പറയുന്നത് ക്രാന്തദർശികളാണ്. മുൻകൂട്ടി കാര്യങ്ങളെ അറിയാൻ കഴിയുന്നവനാണ് കവി. അത്തരത്തിലുള്ള ആ കവിതയുടെ വരി ഇതാ യാഥാർത്ഥ്യമായിരിക്കുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.